ബലരാമന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ത്യാഗരാജൻ വരികയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവും. ആരാ അങ്കിൾ ത്യാഗരാജൻ? ചന്ദ്രമതിയുടെ സഹോദരനാണ്. ബാംഗ്ലൂരിലും ഹൈദരാബാദിലുമാണ് അയാളുടെ പ്രവർത്തന സങ്കേതം. വലിയ ബിസിനസ്മാനാണ്. അണ്ടർവേൾഡ് ബിസിനസ്. അയാൾക്ക് വേണ്ടി ചാകാൻ തന്നെ തയ്യാറായി ഒരു ഗ്യാങ്ങുണ്ട്. കൊല്ലാനും കൊല്ലിക്കാനും മടിയില്ലാത്തവർ. കേരളത്തിൽ അപൂർവമായിട്ട് ത്യാഗരാജൻ വന്നിട്ടുള്ളൂ. ചന്ദ്രമതി എന്ന് വെച്ചാൽ ത്യാഗരാജന് വലിയ കാര്യമാണ്. ചന്ദ്രമതിക്ക് വേണ്ടി അയാൾ എന്തും ചെയ്യും. ബലരാമന്റെ മരണമറിഞ്ഞ് ത്യാഗരാജൻ എത്തിയാൽ കാര്യങ്ങൾ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. കേട്ടിട്ട് പേടിയാവുന്നു പ്രഭേ. നന്ദ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് മാറിയാലോ? അതെ ദേവിയേച്ചി, തൽക്കാലം ദൂരെ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാമോ? അല്ല, ത്യാഗരാജൻ വരുവോ ഇല്ലെന്നൊന്നും അറിയില്ല. ഇനി അഥവാ വന്നാൽ തന്നെ അയാൾ ഉടനെ തിരിച്ചുപോയെന്നും വരാം. പക്ഷേ ഇതിന്റെ പിറകെ അയാൾ ഇറങ്ങിയാലുള്ള കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ എങ്ങോട്ടും മാറി നിന്നിട്ട് കാര്യമില്ല. അയാൾ അന്വേഷിച്ചെത്തും. വെട്ടിനും കുത്തിനും ഒരു കാരണം അന്വേഷിച്ച് നടക്കുന്നവനാ. അവസാനം അയാളെക്കുറിച്ച് കേട്ടത് ബാംഗ്ലൂരിൽ ഒരു വ്യവസായിയെ കൊല്ലാൻ ശ്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായെന്ന. ജാമ്യത്തിൽ ഇറങ്ങിക്കാണും. ത്യാഗരാജന്റെ പേരിൽ എത്ര കേസുണ്ടെന്ന് അയാൾക്ക് പോലും അറിയത്തില്ല. അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആള് ചന്ദ്രമതി മേഡമാ. ബലരാമ സാറിനെ വലിയ കാര്യമായിരുന്നു. ബലരാമ സാറിന് മോശമാവണ്ടെന്ന് കരുതിയാ കേരളത്തിൽ വരാതിരുന്നത്. ഈ വരവ് എന്തായാലും പകരം വീട്ടാനുള്ള വരവായിരിക്കും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.